നമുക്കിനി ഗുരുവായൂർ വരെ പോകാൻ തോന്നും. അതെ അതെ തീർച്ചയായും. നമുക്ക് അവിടെ നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. ജെയ്സൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. വിഷു എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അല്ലാതെ മറ്റെന്താണല്ലേ? എല്ലാ മലയാളികൾക്കും ഇന്നത്തെ ദിവസം അവിടേക്കൊന്ന് ഓടിയെത്താൻ ആഗ്രഹിക്കാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കായിരിക്കും എല്ലാ വർഷവും അവിടെ. അപ്പോൾ ഇത്തവണത്തെ കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് ജെയ്സൺ അവിടെ നിന്ന്? വെരി ഗുഡ് മോർണിംഗ് ആര്യ, അന്തു. അതുപോലെ തന്നെ ഹാപ്പി വിഷു. എല്ലാവരും വിഷുവിൻ്റെ ആശംസകൾ പരസ്പരം നേരുകയാണ്. അതോടൊപ്പം തന്നെ വലിയ സന്തോഷത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. പുതിയ വർഷത്തെ വരവേൽക്കാൻ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പേരാണ് ഇന്നലെ വൈകിട്ട് തന്നെ ഇവിടെ എത്തിയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതിലെ ചുറ്റും ജനസമുദ്രമാണ്. ഇപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ്, പിന്നെ ദീപസ്തംഭത്തിൻ്റെ ഭാഗമാണ്. ദീപസ്തംഭം ഇപ്പോൾ ഊരി വച്ചിരിക്കുകയാണ്, അത് ശരിയാക്കുന്നതിന് വേണ്ടി. ഇതിന് ചുറ്റും വളരെ കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് ആളുകൾ നിർത്തിയതുകൊണ്ടാണ് ഇവിടെ തിരക്ക് അനുഭവപ്പെടാത്തത്. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ നിറയെ ഭക്തരാണ്. ജനം വലിയ തോതിൽ ഇന്ന് വിഷുദിനമായ ഇന്ന് ഗുരുവായൂരപ്പനെ കണി കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ഇന്ന് 2:50 മുതൽ 3:50 വരെയായിരുന്നു കണി ദർശനം ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. വലിയ ഒരുക്കങ്ങളാണ് ഇതിനുവേണ്ടി തയ്യാറാക്കിയിരുന്നതും. ഇന്നലെ രാത്രി തന്നെ ആയിരക്കണക്കിന് പേരാണ് ഈ വിഷുക്കണി ദർശനത്തിനായി ക്ഷേത്രത്തിലെ ഭക്തർ എത്തിച്ചേർന്നത്. അവർക്ക് ഇന്ന് 2:50 മുതൽ 3:50 വരെ വിഷുക്കണി ദർശനം സാധ്യമായി. പ്രത്യേകം തയ്യാറാക്കിയ ഉരുളിയിൽ അതുപോലെ സ്വർണ്ണ നാണയം, അതുപോലെ തന്നെ ചക്ക, മാങ്ങ, അങ്ങനെ ഭക്ഷ്യവിഭവം എല്ലാം ഒരുക്കിക്കൊണ്ട് ഇന്നലെ രാത്രി തന്നെ മേൽശാന്തി ഒരുക്കി വെച്ചു. രാവിലെ പുലർച്ചയ്ക്ക് എണീറ്റ് ആദ്യം മേൽശാന്തി സ്വന്തം മുറിയിൽ പിന്നെ കണി കണ്ടു. അതിനുശേഷം ഗുരുവായൂരപ്പനെ കണി കാണിക്കുന്ന ചടങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഭക്തർക്ക് അത്തരത്തിൽ ഒരു കണി ദർശനത്തിലേക്ക് കടന്നത്. ഏകദേശം 1 മണിക്കൂറാണ് ആ ദർശനം. പക്ഷേ ഇപ്പോഴും ഭക്തജനം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ക്യൂ എത്തിയിരിക്കുന്ന ഭക്തർ ജനങ്ങൾ. അപ്പം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ വലിയ നിരയാണ്. പല സെക്ടറുകളായിട്ടാണ് ഇവിടെ ആളുകളെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ ക്രമീകരണം ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ഭക്തർ ഗുരുവായൂരപ്പന് ഒരു നോക്ക് കാണാൻ, അതും വിഷു ദിനത്തിൽ വരുന്ന വർഷം മുഴുവൻ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ, വളർച്ചയുണ്ടാകാൻ, ഉയർച്ചയുണ്ടാകാൻ, സമ്പത്തുണ്ടാകാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ, ഇതെല്ലാം പ്രതീക്ഷിച്ച് ഇവിടെ വരുന്നവരാണ്. ഒന്ന് ഭഗവാൻ ഒരു സെക്കൻഡെങ്കിലും കണ്ട് മടങ്ങുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ മണിക്കൂറുകൾ തന്നെ ക്യൂ നിൽക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാവിലെ പുലർച്ചയ്ക്ക് 2:50 അതുപോലെ തന്നെ 3:50 വിഷുക്കണി ദർശനത്തിന് ശേഷം പിന്നെ സ്വാഭാവികമായ ദർശനമാണ് നടക്കുന്നത്. അതേസമയം തന്നെ വിഷു സദ്യ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക ശീവേലി അല്പസമയത്തിനകം രാവിലത്തെ ശീവേലി നടക്കും. അതിനുശേഷം ഉച്ചതിരിഞ്ഞും ശീവേലി ഉണ്ടാകും. എല്ലാം പ്രത്യേക ദിനങ്ങളാണ്. അതേ ദിവസം തന്നെ ഇപ്പോൾ ഈ ദിവസവും വിവാഹമൊക്കെ നടക്കുന്നുണ്ട്. വിഷുദിനത്തിൽ വിവാഹം നടത്തുക എന്നതും കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ വിഷുക്കണി ദർശനം നടത്തിയ ശേഷം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ വളരെ ലളിതമായ രീതിയിൽ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. വിഷുദിനത്തിൽ വിവാഹങ്ങൾ കൂടി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. വരനും വധുവുമൊക്കെ കഴുത്തിൽ തുളസിമാലയൊക്കെ അണിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വിവാഹം നടത്താൻ തന്നെ തീരുമാനിച്ച് വന്നിരിക്കുകയാണ്. വിവാഹ ദിവസം ഇപ്പോൾ നമുക്ക് കാണാം. ഇതേ സമയം തന്നെ ആയിരക്കണക്കിന് ഭക്തർ വിഷുക്കണി ദർശനത്തിന് ശേഷം ഗുരുവായൂരപ്പനെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു. ഇപ്പോൾ നമുക്ക് ഈ വിവാഹം നടത്തുന്ന എനിക്ക് ഇന്ന് എത്ര കല്യാണം? ഇന്ന് 4 കല്യാണം. ഒരു ദിവസം സാധാരണ കല്യാണം നടത്താറുണ്ട്. എണ്ണം കുറവായിരിക്കും. തിരക്കുണ്ടല്ലോ, കുറച്ചുണ്ട്. ഹാപ്പി വിഷു, മാരീഡ് ലൈഫ്. താങ്ക് യു. ദിവസം തന്നെ അല്ല, നമ്മൾ കല്യാണം നേരത്തെ കഴിഞ്ഞാണ്. ഈ ഒരു ചടങ്ങ് ആയിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഇവളെ അമ്മ. അങ്ങനെ ഇപ്പോൾ സമയം കിട്ടിയില്ല. ഞാൻ ഡോക്ടറെ വർക്ക് ചെയ്യാണ്. ഞാൻ മൂവാറ്റുപുഴയിൽ നിർമ്മലയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ മുന്നിൽ വരണം, അതൊരു പ്രാർത്ഥനയുണ്ട്. അത് പ്രാർത്ഥനയായിരുന്നു അമ്മയുടെ. അത് എനിക്ക് ഇതുവരെ ഗുരുവായൂരമ്പലത്തിൽ വരാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രിയാണ് ഒന്ന് ദർശിച്ചത്. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വരുന്നത്. ആദ്യമായിട്ട് ഗുരുവായൂർ വരുന്നു, അന്ന് പോവാ. അതെ അതെ, ഗംഭീരമായി. ഏതായാലും ദിനത്തിൽ തന്നെ എല്ലാവിധ ആശംസ. താങ്ക് യു. സ്റ്റേഷനിലേക്ക് പോയാൽ വലിയ ക്യൂ ആണ്. ഇതൊക്കെയും ഓരോ കമ്പാർട്ട്മെന്റ് തിരിച്ച് ആളുകളെ നിർത്തിയിരിക്കുന്നതാണ്. എപ്പോൾ വന്നാ ചേട്ടാ? ഇന്നലെ വന്നത്
ഇന്നലെ വന്നതാണ്. ക്യൂലിരിക്കുക തന്നെയാണ് അല്ലേ? കണ്ടിട്ടേ പോകുമോ? ഭഗവാനെ കണ്ടിട്ടേ പോകുമോ? ഹാപ്പി വിഷു കേട്ടോ. കുട്ടി തളർന്നു പോയല്ലോ. ശരി. ഇന്നലെ വന്ന് ഉറക്കത്തിലായി പോയല്ലേ? ഓക്കെ, അങ്ങനെ വലിയ തിരക്കാണ് ഗുരുവായൂരില്. വിഷുദിനത്തിൽ ഗുരുവായൂരപ്പനെ കണി കണ്ട് ഇന്ന് ഈ വർഷം മുഴുവൻ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ എല്ലാ വർഷവും എത്തുന്നതാണ്. ഇത്തവണയും വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെയും കാഴ്ചകൾ കണ്ടു അല്ലേ? അതെ, ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും തളി ക്ഷേത്രത്തിലാണെങ്കിലും ആറന്മുള ക്ഷേത്രത്തിലാണെങ്കിലും തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭന്റെ ക്ഷേത്രത്തിലാണെങ്കിലും എല്ലാം ഒരുപാട് ആൾക്കൂട്ടം, വലിയ ഭക്തജനത്തിരക്ക്, എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷം. അപ്പൊ ഈ ഒരു സന്തോഷം, ഈ ഒരു ചിരി ഈ ഒരു വർഷം മുഴുവൻ, ഇനി മുന്നോട്ടുള്ള കാലം അത്രയും ഇങ്ങനെ തന്നെ നീണ്ടു നിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ദിവസമാണിന്ന്. അപ്പോൾ ആ ഒരു നല്ല വർഷമായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ മലയാളികളും അപ്പോൾ ഇന്നത്തെ വിഷുവിനെ വരവേൽക്കുകയാണ്. നമുക്ക് മറ്റ് വിഷു കാഴ്ചകളും വിഷു വിശേഷങ്ങളും ഒക്കെ പറയണം. അതിനോടൊപ്പം ഈ ദിവസത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കണം അല്ലേ?